എന്താ സാധനം നല്ല ഐഡിയ ഉണ്ടോ? എന്നെ തൊട്ടാൽ വിവരറിയും. ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് ഇവിടെ കേട്ടോ. കണ്ടപ്പുറത്ത് നിരന്ന് കിടക്കുന്നത്. ഇന്നലെ നല്ല രാത്രി തണുത്ത കാറ്റായിരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയതുപോലും അറിഞ്ഞില്ല. ഒരാള് തപ്പി വന്നേക്ക് നോക്ക്. മൊത്തത്തിൽ നല്ല ഭംഗിയാട്ടോ. സൺറൈസ് അടിച്ചു നിൽക്കാണ്. അല്ലാ, അവിടെ ആണെങ്കില് പശുവിന് കറക്കുന്നുണ്ട്. പശുവിന് വൈക്കോലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത വേണ്ട. ഈ വീടിന്റെ മാടിയില്, അതായത് വീടിന്റെ മുകളിലൊരു പ്രത്യേക ഒരു കാഴ്ച കണ്ടു. ഇതാണ്ടോ കമ്പി, അതുപോലെ ഇതിന് ചുറ്റുമുണ്ട്. അതെ, അവിടെ കണ്ടോ, അവിടെ കണ്ടോ, അവിടെ കണ്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്പ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് അപ്പുറ സൈഡും ഇപ്പുറ സൈഡും കൂടെ കയർ കെട്ടും. എന്നിട്ട് തുണി വെച്ചിടും. അത് 2002 പണിത വീടാണ്. ഇതുണ്ടോ ഷെൽഫ് കണ്ടോ? അതിന്റെ നമ്മളെ പള്ളി പഠിക്കുന്ന ഷെൽഫ് ഇതൊക്കെ തിരി എത്തിച്ച് വെക്കുന്ന. ഇതിന്റെ മറ്റേ ചാർജ് കുത്തുന്നതിന്റെ ലൈറ്റ് ഇടുന്നതിന്റെ ഒക്കെ സ്വിച്ചൊക്കെ പല പല സ്വിച്ചുകളൊക്കെ കേട്ടോ. ആണ് അവരുടെ അച്ഛൻ മരിച്ചോട്ട് കുറച്ച് നാളായി. 2 പൊളി വാതിലാണ്. ഇതിങ്ങനെ രണ്ടെണ്ണായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് തുറന്നിരുന്ന് വെക്കാം. അവര് ചായ കുടിക്കുക കേട്ടോ. ഉണ്ടോ? എല്ലാരും കൂടി ഓടിച്ച് ചായ കുടിക്കാം. രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോട്ടോ. ഇവിടുത്തെ വീട്ടിലെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കഴിക്കും. ഇതൊക്കെ എന്നാ ഉപ്പുമാവാ? ഇഡ്ഡലി ഉടച്ച ഉപ്പുമാവ്. നമ്മൾ കുറച്ചു ദിവസം മുമ്പ് ഒരു വീട്ടില് ഇഡ്ഡലി ഉടച്ചിട്ടുള്ള ഉപ്പുമാവ് വെള്ളം കഴിച്ചിട്ടില്ലേ? ഇത് അതിന്റെ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഉപ്പുമാവ്. എങ്ങനെയുണ്ട്? നമ്മള് റവോണ്ടല്ലേ ഉണ്ടാക്കല്? ഇത് നമ്മൾ ഇന്നലത്തെ ഇഡ്ഡലി ഉണ്ടല്ലോ, ആ ഇഡ്ഡലി നിങ്ങൾ ഉടച്ചിട്ടുണ്ടാക്കൂലേ മറ്റേ പോലെ? അത് സാധനം ഞങ്ങള് കഴിക്കാൻ പോവാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലേ കഴിക്കട്ടോ. ഇറങ്ങുമ്പോൾ വിളിക്കാൻ വെച്ച് കഴിയും. ഇത് റൈസ്, ഇത് സാമ്പാർ. സാമ്പാറിനകത്ത് നമ്മൾ ഇന്നലെ കാണിച്ചില്ല മാങ്ങ. ഇതിന് പപ്പടം, ഇവിടെ അപ്പളം എന്ന് പറയും. മധുരമുള്ള മാങ്ങ അച്ചാറ്. ഇത് നമ്മുടെ വാഴയ്ക്ക. എല്ലാം കൂടെ കൂട്ടിയിട്ട് പിടിക്കാൻ പോകും. പച്ചക്കായ. ഇതാണ് എന്റെ ഉച്ചക്കത്തെ ഭക്ഷണം. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അമ്മാട് കൂടെയാണ്. ഈ വീട്ടിൽ തന്നെയാണ്. നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. കുറേ അധികം വർക്ക് ഇന്നലത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ അതൊക്കെ തീർത്താലേ എനിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. അവർക്കാണെങ്കിൽ തീരെ വയ്യ. പല്ലുവേദന കൂടി വന്നോണ്ടിരിക്കുക. മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ മാറുന്നില്ല. എനിക്ക് ഇവിടെ ഒരു പാട്ടിയമ്മയെ കിട്ടിയിട്ടുണ്ട്. ഈ അമ്മയുടെ ഹസ്ബൻഡ് കേട്ടോ ഈ അടുത്ത് മരണപ്പെട്ടത്. ഭയങ്കര സ്നേഹമാണ്. ഇരിക്കുമ്പോൾ എനിക്ക് കരിക്ക് കൊണ്ട് തന്ന്, ജ്യൂസ് കൊണ്ട് തന്ന്. പിന്നെ അതുണ്ടോ ഒരു മുറുക്ക് പോലത്തെ സാധനം കരിക്കവിടെ തിന്നതിന്റെ ബാലൻസ് ആട്ടോ. അപ്പൊ ഭയങ്കര സ്നേഹമാണ് അമ്മൂമ്മയ്ക്ക്. എന്നെ കൊച്ചിന്ന് കഞ്ഞി കുടിക്കാട്ടോ. ചെറിയ രഥം കൊണ്ടുപോവാട്ടോ. தளபதி விஜயனை കാണുവാനുള്ള 25ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അക്ക சொல்லுங்க, അക്ക കൂടെ சொல்லிக்கோ. ഓക്കേവാ? എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നലെ ഇവരുടെ കൂടെ ആട്ടോ സ്റ്റേ ചെയ്തേ. ഇതാണ് നമ്മുടെ കൊച്ചു വീട്. വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വീട്ടിൽ വരാനൊരു ചെറിയൊരു മടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവം കാണാൻ വേണ്ടി വന്നതാണ്. ഒരു ദിവസം ഇവിടെ സ്റ്റേ ആയിട്ടോ. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഇനി യാത്ര ആരംഭിക്കുന്നത്. ഒത്തിരി സന്തോഷം. ரொம்ப നന്ദി. മെമ്മറി ഫുൾ ആയിരുന്നിച്ച്. നമ്മളിവിടെ പാടത്ത് പോയി കുളിച്ച് ബാക്കി കുറേ കാര്യങ്ങൾ അധികം ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടില്ല. കാരണം നമ്മൾ അധികം നേരം എനിക്ക് വർക്കും കാര്യങ്ങളും കൂടുതലായിരുന്നു. അതായത് തലേ ദിവസത്തെ വർക്ക് വീഡിയോ ഇട്ടിട്ടില്ല, എനിക്ക് തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ യാത്രയിൽ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളുണ്ട്, സങ്കടങ്ങളായിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ഇതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന കുറേ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൂമെൻറ്റുകളുണ്ട്. ഇവരൊക്കെ പേര് ചൊല്ലും നിങ്ങളുടെ? വിജയ്, ആ, ഇനിയ, അസ്മിൻ, കനി, തരുൺ രാജ്, രാഹുൽ. നമ്മൾ രാഹുലിൻ്റെ കൂടെയായിരുന്നു ഇത്ര ഒരു 2 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ പോകുന്ന സമയത്താണ് നമ്മൾ ആളുടെ കൂടെ വന്നത് കേട്ടോ. അതിനുശേഷം തിരുവല്ല കണ്ട് പിറ്റേ ദിവസം ഓക്ക് വയ്യാതായി, പല്ലുവേദനയും ചൂട് കൊണ്ടതിൻ്റെയും അങ്ങനെ ഒരു ദിവസം കൂടെ ഇവിടെ റെസ്റ്റ് എടുത്തു. എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് യാത്ര പോകുന്നത് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പോയാൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിജയണ്ണനെ പോയി കണ്ടിട്ട് വരാം കേട്ടോ. 2008 പണിത വീടാട്ടോ. ആ എന്താ ഏക്കാർക്ക് സൊല്ല്? അണ്ണാമലൈ കൃഷ്ണമൂർത്തി രാഹുൽ. ഇതാണ് വീടിൻ്റെ പേര് പോലെ ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. 2 ആന, അണ്ണൻ കൊടി പറക്കുന്നത്.
അവൻ പുലിയാട്ടോ. അവൻ വേറെ ലെവല് മാസാണ്. നമ്മളോട് പോണില്ലേ എന്നാലും ഇവിടെ തന്നെ നിന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതായത് ഇവിടുന്ന് കിട്ടിയൊരു ഫീൽ ഞാൻ ഇപ്പൊ തന്നെ പറയാം. അതായത് നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഒന്നിലേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങള് ഇവിടെ തന്നെ നിന്നോന്ന് എന്തോന്ന് പറയും. ഇത് രണ്ടും ഇല്ല. സ്വന്തം വീട്ടില് സ്വന്തം നമ്മുടെ ഫാമിലി ഇരിക്കുന്ന തന്നെ വേറെ മൂട്. സൂപ്പറായിരുന്നിച്ച് കിളമ്പട്ടുമാ. ശരി കണ്ടിപ്പാ. ശരി പോളാ. കേറി അടുത്ത് തന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതെ നമ്മളതിലെ പോയിട്ടോ. ആക്ക് 4 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കടം ഉണ്ട് കേട്ടോ. ലോൺ എടുത്ത് അച്ഛൻ ലോൺ എടുത്തതിന്റെ കടം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളുള്ള പോലെ തന്നെയാണ് ഓരോരുത്തരുടെ കാര്യങ്ങളും. എന്തായാലും ആള് ചിരിച്ചു കളിച്ച് ഭയങ്കര ഹാപ്പിയാണ്. ഉള്ളിനുള്ളിൽ അത്രത്തോളം വിഷമമുണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല, എന്നാലും ഇത് എനിക്ക് നാളെ കാണണം. കാരണം ഇപ്പൊ സംഭവിച്ച മൂമെന്റ് ആണിത്. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര റെസ്റ്റും ഒരു പ്രത്യേക ഒരു ഫീല്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോപ്പർ പ്ലേസ് എന്ന് വെച്ചാല് സെല്ലിയമ്മൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാട്ടോ. എന്നിട്ട് നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തതൊക്കെ. ഇനി വിശാലമായ റോഡും ഞങ്ങളും ഗൈസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള്. നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടില് നൈറ്റ് മഴ കാരണം പോയി സ്റ്റേ ചെയ്തില്ലേ, ആ വീട്ടിലെ മൂത്ത ചെറുക്കനും അവരുടെ മോനും ആട്ടോ. അവരിവിടെ അടുത്ത് ഇവരുടെ ബന്ധുക്കാരെന്തോ വീടുണ്ട്, അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ അവിടുത്തെ ബോർഡില്ലേ അതിങ്ങനെ സ്ഥലത്തിന്റെ പേര് അത് വായിച്ചോണ്ടിരിക്കുക, വെൽക്കം ടു എന്നുണ്ട്. പക്ഷെ സ്ഥലത്തിന്റെ പേര് നോക്കിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് രണ്ടാൾക്കാർ വന്ന് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങക്ക് ഒരു മൈൻഡിൽ വരുന്നില്ല അവരെ. ബോർഡിലാ മുഖം മൊത്തം ബോർഡിലാണ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് കത്തിയത്. കത്തിയത്. ഗൈസ് ഞങ്ങൾ നടന്നു പോകുന്ന ഏരിയ ഉണ്ടോ, ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്. ഉണ്ടോ പറയില്ലാറേ ബോർഡ് അറിഞ്ചും പൊറഞ്ചും അടിയായിരിക്കും. വന്നാ നോക്കാം. 2 ഇടിയൊക്കെ കൊണ്ടിട്ട് പോവാ. എത്ര ദിവസം ഇടിയൊന്നും കൊണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്താ എന്റെ തൊട്ടാ വിവരം. ഓ വിരവ അറിയും. മോസ്റ്റ് ഡേഞ്ചറസ് ഏരിയ. നമ്മളെ ചെറിയൊരു ടൗണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വിളിച്ചോണ്ടോ നാളെ കാണാനില്ല. അയാള് മുങ്ങിയോ? ചായ പിടിക്കാൻ വേണ്ടി വിളിച്ചോണ്ടോ കാരണം ഇടി വാങ്ങിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നവരോ. സാട്ടെന്നല്ല നോക്കിട്ടേക്കുന്നുണ്ടോ? ആണോ കയറ്റിയിടാന് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഇതെന്നാ പോവ് മല്ലി കുണ്ടുമല്ലി, ഇത് കണകാമരം, മുള്ളരുമ്പ്. ഓക്കെ. ഇവിടെ മാർക്കറ്റ് കേട്ടോ. കോഴിക്കോട് കണ്ടോ പുറയിലൊരു വെടിക്കിട്ടൊരു മസ്ജിദ് ഉണ്ട് കേട്ടോ. മസ്ജിദൊക്കെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നോക്കുമ്പോ കാണൂല. എന്നാ ബിരിയാണി ബീഫ് റെഡിയായോ? ലൈറ്റ് ആവും. രാവിലെ ബിരിയാണി ചെമ്പൊക്കെ റോഡ് സൈഡിൽ വെച്ച് കത്തിച്ചോണ്ടിരിക്കുകയാണ്. ബീഫ് എനിക്ക് വേണ്ട. ഏതോ എന്തുദ്ദേശിച്ചാണ് വിളിച്ചോണ്ടേത്? നമ്മളെ വിളിച്ചോണ്ട് വന്ന ആള് പറ്റിച്ചിട്ടേ ആള് മുങ്ങി. ആള് ശരിക്കും നമുക്കിട്ടൊരു പണി തരാൻ വേണ്ടി കൊണ്ടുവന്ന ആള് ടൗണിലോട്ട് കയറി കഴിയുമ്പോൾ മനസ്സിലായി ഇത് വേറെ പാർട്ടിക്കാരുടെ സ്ഥലമാണ്. ബിരിയാണിയൊക്കെ മുറ്റത്ത് വെച്ചാ കത്തിച്ചത്. നമ്മുടെ അവിടെ കയറി വീട്ടിൽ അവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ കത്തിക്കല്. ഇത് ഹോട്ടലാണ് അപ്പൊ പിന്നെ അങ്ങനെ തന്നെയല്ലേ. ഇന്നെ തേടി വന്നാണ് കൊരങ്ങ് പിടിച്ചോ. രാവിലെ തന്നെ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ട് കത്തിക്കും കേട്ടോ. അതുണ്ടോ മലിനീകരണം. കത്തിക്കുന്ന മുഴുവൻ പ്ലാസ്റ്റിക്കാ. മണം അടിച്ച് കയറുന്നു മൂക്കിലേക്ക്. ഇനി പറയും ആവശ്യമുള്ള സമയത്ത് ഒരു പഴയും കാണൂല, തുള്ളി വെള്ളയും കാണൂല. അങ്ങനല്ല മെയിൻ ഡയലോഗ്. ഇവിടെയൊക്കെ വലിയ വലിയ സ്റ്റോണുകൾ കാണാം കേട്ടോ. വാങ്ങിക്കുന്നുണ്ട്. അതൊരു സ്റ്റോണാണ്. തൊട്ടടുത്തൊരു സ്റ്റോൺ ഉണ്ട്. അവിടെ കണ്ടോ ആ മരത്തിന്റെ അടിയിൽ അവിടെ കൊറേ സ്റ്റോൺ നമുക്ക് ഈ വഴിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഉണ്ടായതാണോ ആരും കൊണ്ടുവച്ചാണോ ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഉണ്ടായതാണോ ആരും പൊട്ടിച്ചെടുക്കാത്തയാ. ചില ഭാഗങ്ങളൊക്കെ പാറകൾ മാത്രമായിട്ട് കിടക്കുമല്ലോ ആ രീതിയിൽ. വാങ്ങിക്കുന്ന കല്ലുണ്ടോ, ആ കല്ലില് കാണിച്ചേക്കുന്ന കിലോമീറ്റർ 214 ചെന്നൈ. കുറച്ചു മുമ്പ് ആള് കണ്ട ആ ഒരു ബ്രിഡ്ജില്ലേ ഇതിന്റെ അടിയില് മെയിൻ ബോർഡ് ഉണ്ടല്ലോ നമ്മള് പച്ച കളറില്, അതിനകത്ത് തന്നെ 222 കിലോമീറ്റർ. ഓ ഞാൻ എന്നാ സ്പീഡാല്ലേ. ഇമാരി ഒരിടത്തും മര്യാദക്ക് കിലോമീറ്റർ എഴുതി വെക്കത്തില്ല കേട്ടോ സത്യം. ആ കാണുന്നത് ഓലപ്പുരയാണ്. പിണക്കമാണോ എന്നോട് ഇണക്കമാണോ? ഈ ഒരു കമ്പി ഇരിക്കുന്നുണ്ടോ? കമ്പിയോ സിമെന്റിനുണ്ടാക്കിയോ? അങ്ങ് വരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സമയം ഇപ്പൊ 8 മണിയായിട്ടോ. നല്ല രീതിയിൽ സൂര്യൻ തിളങ്ങി വരുന്നുണ്ട്.
കേട്ടോ, അങ്ങോട്ട് നോക്കാൻ പോലും പറ്റില്ല അതുപോലെ. ആര് പറഞ്ഞു? അതവിടെ കെട്ടിയിടാം. കാണുന്നത് ഇവിടുത്തെ വെള്ളത്തിന്റെ വാട്ടർ ടാങ്ക് കേട്ടോ. വാട്ടർ ടാങ്കും നമ്മുടെ ചുറ്റുള്ള വലിപ്പം കണ്ടോ, ഒരേപോലെ ഇരിക്കും കണ്ടോ. കിടക്കുന്നത് കുപ്പിച്ചില്ലാട്ടോ. റോഡ് മുഴുവനുണ്ട്. ഒരെണ്ണം അങ്ങനെ കാലി കുത്തിയാ മതി. ഏതോ ഒരു വണ്ടി വന്ന് ഇടിച്ചു കയറിയതാട്ടോ. അതുണ്ടോ, ഞാൻ പറയുമ്പോ നിങ്ങളോർക്കും പെടായിന്ന്, പക്ഷെ അപ്പുറത്തെ കമ്പി ഉണ്ടോ, അതുപോലെ ഇവിടെ കമ്പി ഉണ്ടായിരുന്നു കേട്ടോ. എന്റെയൊക്കെ അവസ്ഥ കണ്ടോ, തുടങ്ങുന്നതിന്റെ ഭാഗം കണ്ടോ, ഇവിടം വരെ വന്ന് ഇടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ ഇടിയായിരിക്കും ഇടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് തള്ളി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ തള്ളി വന്നിട്ടുണ്ട്. അതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് കണ്ടോ. മൊത്തത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്കത് വലിയതോ വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ അടുത്തിരുന്ന കേട്ടോ. ഞങ്ങൾ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടെ നടക്കുന്നത് കേട്ടോ. അതിന്റെ കാര്യം അറിയാലോ. ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെന്തിനാ വച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഇത്രയും വലിയ ഫ്ലൈ ഓവർ ഇടിഞ്ഞു വീഴാതിരിക്കാനാട്ടോ. ഞാൻ റിസ്ക് എടുക്കാൻ പോണ്. നോക്കിക്കോ, ഇതിപ്പോ താഴത്തോട്ട് വരും എല്ലാം കൂടി ഇടുന്നത്. വരത്തില്ല കേട്ടോ, നല്ല ടൈറ്റാ. കാണിച്ചെങ്ങണ്ട് അവരുറപ്പിലാണ് ഇതിരിക്കുന്നത്. ഇതിവിടെ ഓരോ ഫ്ലൈവറിന്റെ ഓരോ കട്ടയിലും വെച്ചിട്ടുണ്ട് ലെവലാക്കാൻ വേണ്ടി. ലെവലാക്കാൻ വേണ്ടിട്ട് ഇത്രയും വലിയ സാധനം അല്ലേ. ഇതാണ് നമ്മുടെ ഫ്ലൈ ഓവറിന്റെ ചിഹ്നം. ഇതുണ്ട് NHAI ഉണ്ടോ. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വായിച്ചത് നഹീന്ന. ഇപ്പൊ ആ ചിഹ്നം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഇതാണ് സംഭവം. ചപ്പാത്തി എഴുതാണ്ട് കടല ഉണക്കായിട്ടേക്കുന്ന കേട്ടോ. ഇപ്പൊ കൊറേ പട്ടി ഉണ്ട് നമ്മള് പട്ടിയുടെ ഇടയിലാണ് ഇപ്പൊ വെട്ടിരിക്കുന്നത്. മുന്നില് ഓർണോ, പുറകില് ഓർണോ കേട്ടോ. അതൊക്കെ കറുപ്പ് കട്ട ഊരിയെടുത്ത് കട്ട അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ടയും കൊണ്ട് വീട്ടിൽ പോയെന്നാലും പറയില്ലേ. പാടവും പശുക്കളും തെങ്ങും തോപ്പും ഇതൊക്കെ കണ്ടു നടക്കാൻ സത്യം പറയാൻ വല്ലാത്തൊരു ഫീല് തന്നെ കേട്ടോ. ചൂട് മാത്രമുള്ള ചെറിയൊരു പ്രശ്നം. ഇവിടെ അതെല്ലാം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. വിശന്നിട്ട് കോയില് കരിഞ്ഞു മണക്കണം. കോയില് കരിയുന്നുണ്ടോ? വിജനമായിട്ട് കിടക്കുന്ന റോഡിൽ നിന്ന് ഈ കാണുന്ന മുള്ളാട്ടോ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. കൊറേ നടന്ന് അതിന്റെ ക്ഷീണം മാറാൻ വേണ്ടി ഇരിക്കുന്നു. തല ഇറങ്ങിയോ? വെള്ളമാണോ ചോദിച്ചു നോക്കാം. അയാൾ ആ വണ്ടിയിൽ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ വാഷ്റൂമിലെല്ലാം പോകാൻ വേണ്ടി പോയി ഇറങ്ങിയതായിരിക്കും. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഞങ്ങളിവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോ കാട്ടിന്റെ ഉള്ളിൽ നിന്നുണ്ട് ഒരാള് വരുന്നി. നോക്കിയപ്പോ ഇവിടെ നിർത്തിയിട്ട് ലോറിന്റെ ഡ്രൈവർ. അപ്പൊ ഞങ്ങള് വെള്ളം ചോദിച്ചു. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒരു കുപ്പി വെള്ളം തന്ന്. അപ്പൊ തിരിച്ച് കൊടുത്തപ്പോ പറഞ്ഞു വേണ്ട ഞങ്ങള് കുടിച്ചോ. അയാളെ വണ്ടി എടുത്തോണ്ട് പോയി. താങ്ക് യു. നല്ലതാ. ഇവിടെ കടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ നമ്മള് നടന്നു വന്ന ഭാഗത്ത് മൊത്തം വിജനമായിട്ട് കിടക്കാണ്. ഇപ്പുറ സൈഡ് റോഡ് മാത്രം, വണ്ടികളും മാത്രം. ഞങ്ങൾ ഇത്ര വെള്ളം ഉണ്ടായത് ഫുള്ള് കുടിച്ച് എടുത്തു കണ്ടോ. ചെരുപ്പുണ്ട് കോമഡി. ഇപ്പുറത്തെ കണ്ടേ അവിടെ എത്തിക്കടാ. എനിക്ക് അയിഞ്ഞ പോണല്ലേ ഷൂ എന്നിട്ട് റെഡിയാവും. കൊളത്തോടെ കമ്പി കിട്ടിയത് തന്നെ കത് സക്സസ്ഫുള്ളി ഗൈസ് നമ്മള് ഈ കാട്ടിൽ നടത്താൻ തുടങ്ങാൻ പോട്ടോ. ചല ജായക. നമുക്ക് കിട്ടിയ കുപ്പിവെള്ളം ബാഗിന്റെ സൈഡിൽ വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പണി കിട്ടും. ഇവിടെ കട കാര്യങ്ങൾ അങ്ങനെ ഒന്നും കാണാനില്ല. വിജനമായ ഭൂമിയിൽ 2 മക്കള് ഇങ്ങനെ നടന്നു പോണു. വെച്ച് കഴിഞ്ഞില്ലേ വണ്ടികളല്ലേ പിന്നെ എന്തേക്ക് വണ്ടിയൊക്കെ 4 ടയർ ഉണ്ടെന്നല്ലേ ഉള്ളൂ. നമ്മളെ രണ്ടാമത്തെ പിക്കപ്പാണ് കച്ചു കൊണ്ടുപോകുന്നത്. എന്താ ഇവിടെ എന്താ പറയുക കച്ചിക്ക്? വൈക്കോല്. ഇതൊരു അമ്പലം കേട്ടോ. ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ കടയൊന്നും കാണാനില്ല. നല്ല പോലെ വിശക്കുന്നുണ്ട്. കാശ് നമ്മള് ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു കട കേട്ടോ. ചെറിയ കടയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചെറിയ കട. അതാണോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണു. ഇഡ്ഡലിക്ക് ദോശയും കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സാപ്പിടലാമാ ഇഡ്ഡലി കറിക്ക്. അവളവിടെ ചെറിയ എഡിറ്റിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ പുറകിൽ കാണുന്ന അമ്പലമാണ്. കോവിലുടെ പേര് അയ്യനാർ കോവിൽ. ഇഡ്ഡലി, ചമ്മന്തി, വെളുത്തുള്ളി അച്ചാറ്, സാമ്പാർ. എങ്ങനെയുണ്ട് വെളുത്തുള്ളി അച്ചാറിന്?
എന്തോ എരിവുണ്ട് നല്ല എരിവുണ്ട്. ഭക്ഷണം കഴിച്ച് തൊട്ട് ഇപ്പുറത്തുള്ള അമ്പലത്തിന്റെ അവിടെ വന്നിരിക്കുക കേട്ടോ. ഭക്ഷണം കഴിച്ചൊരെണ്ണം നടക്കുന്നില്ല, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോവാന്ന് വെച്ച്. അന്നേരം ഇവിടെ ഒരു വന്നിട്ട് അതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവര് ഭക്ഷണം വെച്ച് കഴിക്കാൻ വേണ്ടി അതേ പാത്രമൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ. എന്റെയൊക്കെ ചെറുപ്പത്തില് വല്യമാന്റെ കൂടെ കുടുംബക്കാരൊക്കെ ഒരുമിച്ച് നമ്മള് പള്ളിയിലൊക്കെ പോലെ ജിയാർത്ത് ടൂർ, അന്നേരം ഫുഡ് വെക്കാനുള്ള പാത്രമൊക്കെ ഉണ്ട്. ആ ഒരു നൊസ്റ്റാൾജി വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ പോയിന്. നീ പോയിട്ടുണ്ടോ? അതൊക്കെ ലൈഫാണ്, വേറെ രസമാണ് ഇതൊക്കെ. നമ്മള് ഫുഡ് വെച്ച് കൊണ്ടേന് ടൂർ പോകുമ്പോ. ഇതങ്ങനല്ല, ഇത് അവിടെ എവിടെയാണോ വിശക്കുന്നതിന് ഒരു മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് വണ്ടി നിർത്തും. എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കും. നല്ല കാറ്റും ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പൊ കുറച്ചേരം ഇരുന്നിട്ട് നിങ്ങള് ഇവിടുന്ന് വിടും. എങ്ങനെയുണ്ടായിരുന്നു കഴിച്ച ഫുഡ്? അത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. എനിക്ക് ഇതാ കല്ലിക്കണ്ടം പോലത്തെ ഒരു ഇഡ്ഡലിയും. നമ്മള് കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ വേറെ വഴിയില്ല, വേറെ കടകളില്ല. പോയി കഴിഞ്ഞാ കല്ലുകണ്ട പോലും കിട്ടൂല. അതുകൊണ്ട് കഴിച്ചു പറയണല്ല, പക്ഷെ അത് നമുക്ക് പറ്റണില്ല. അത് ഒരിക്കലും കുറ്റം പറയുന്നതിനകത്ത് കൂട്ടല്ല കേട്ടോ. നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ട് വയറടച്ച് തിന്നിട്ട് കുറ്റം പറയുന്നത്. നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നാളെ ഈ വീഡിയോ എടുത്ത് കാണുമ്പോ എനിക്കും ഓക്കും നമ്മുടെ ഫാമിലിക്കൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മള് അത്രത്തോളം സത്യസന്ധമായിട്ട് നമ്മുടെ ഈ യാത്രയിൽ ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന കേട്ടോ. കള്ളങ്ങളൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കുന്നില്ല, സത്യങ്ങൾ മാത്രം. നമ്മുടെ കൂടെ വരുന്നവരോട് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൂ. നെഗറ്റീവ് ഒത്തിരി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒരു പോസിറ്റീവ് മതി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയി. സമയം 10:40 അതുകൊണ്ടോ അവരവിടെ പോയി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഗ്യാസ്, ചെമ്പ്, കല, സകല സാധനമുണ്ട്. പായ നല്ല സുഖത്തിൽ ഇരുന്ന് കുക്കിംഗ് ചെയ്യാ, അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം, വിശ്രമിക്കുകയും ചെയ്യും. കൊറേ കുരങ്ങുണ്ട് കേട്ടോ, ബൈക്കിൽ ഇരിക്കുന്നുണ്ടോ കുരങ്ങ്, നടന്നു പോകുന്നുണ്ടോ. ഇന്ന് കുരങ്ങിന് കുറച്ച് ഫുഡൊക്കെ കിട്ടും. അവിടെ കണ്ടോ ഒരു കാല് വയ്യാത്ത ഒരാള്. ഐസ് അധികമായി പോട്ട് കൊടുക്കും. ഗൈസ് നമ്മള് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരണം കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ ഒരു 50 മീറ്റർ അവിടെ കരിമ്പ് ഉണ്ട് കേട്ടോ. ആ തണുപ്പിച്ചിരി കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വെച്ചോ. ഇത് ഉങ്ങളുടെ കടയാ? ഇപ്പൊ പേഴ്സല്ലേ? വീരൻ ഓക്കെ. ഉങ്ങളെ പസങ്ങളാ? വിശ്വനാഥ്, അത് ചിന്നമണി. ആ ലൈഫാല്ലേ. മോളിന്ന് കരിമ്പ് അടിക്കുന്ന കരിമ്പ് അരിഞ്ഞിട്ട് അതിന്റെ വെള്ളം നേരെ ആ ചെറിയൊരു പൈപ്പ് ഉണ്ടോ, അതിനകത്തും കൂടെ അവിടെ വന്ന് വീഴും. ഇതെന്താ സാധനം, നല്ല ഐഡിയ ഉണ്ടോ? ഇത് വേറൊന്നും വിചാരിക്കണ്ട, നമ്മുടെ പെപ്സി ഉണ്ടല്ലോ അതിനകത്ത് ഐസായിട്ട് ഇട്ടേക്കുന്ന കേട്ടോ. ഞാനിവിടെ കുടിക്കാൻ വേണ്ടി എടുത്തപ്പോഴേക്കും അണ്ണൻ വിചാരിച്ച് സാധനം അടിക്കാൻ വേണ്ടി എടുത്തതെന്ന്. നല്ലൊരു ഫാമിലി കേട്ടോ. അവര് 2 കൊല്ലാട്ടോ അവിടെ കച്ചവടം ചെയ്യുന്നില്ല. പക്ഷെ കണ്ടു നമ്മളവർക്ക് ഇന്നലെ അങ്ങോട്ട് കട കിട്ടിയെന്ന് അതുപോലെ വൃത്തി. ഞാനങ്ങനെ പറഞ്ഞപ്പോ പറയണ കാരണം അവര് ഇന്ന് വേണമെങ്കിൽ കുറച്ച് ദിവസമായിട്ടുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു അത്രയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്യണേ. ചിലര് കരിഞ്ഞ ജ്യൂസിൽ പൊടികളൊക്കെ ഉണ്ടാവും. ഇത് 3 അരിപ്പ് 4 അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചിട്ടാണ് നല്ല വൃത്തിയിൽ തരുന്നത്. അതും ഫ്രഷ് ആയിട്ട്. ചിലര് അത് ഉണ്ടാക്കി വെച്ചത് അതൊരു പച്ച കളറായി മാറും. അത് തരും കുടിക്കാന്. ഇതങ്ങനല്ല, അതേ എടുത്തത് ഫ്രഷ് ആക്കിയിട്ട് തരും കുടിക്കാൻ. അടിപൊളി. ഞാനൊന്നും പറയണ്ടല്ലോ. പച്ചപ്പൂ ഹരിതാപരവും എല്ലാം ഉണ്ടായിട്ട് അത് കാര്യ അന്ന് ചൂട് കണ്ടപ്പോ ഞാൻ വല്ല ടയറിന്റെ എന്തെങ്കിലും ആയിരിക്കും. നോക്കിയപ്പോ പാമ്പാണ്. പാമ്പ് ഫ്രൈ ആയി. அங்க நடப்பயணம் தான் போயிட்டு இருக்கு. அது அண்ணனை பாக்கணும். ஆமா பார்த்தாகணும். இது என்னோட ஆசை. തണല് കൊള്ളാൻ വേണ്ടി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന കേട്ടോ. ആ മരമൊക്കെ അതിന്റെ ഉള്ളിൽ അവിടെ പോയിക്കുമോ. അല്ല തണല് കിട്ടിയോ? കുറച്ച് കവറിലാക്കി വെച്ചോ. സമയം 1 മണി ആവാറായി. അപ്പോഴാ തണല് കപ്പി നടക്കുന്നത്. നിശ്ചയൊക്കെയല്ല കേട്ടോ, അതിനകത്ത് മറ്റേ ഭസ്മൊക്കെ തേച്ച് വെച്ചേക്കാണ് മരത്തിന്റെ അടിയില്. എന്താ അറിയോ കോവിൽ. ഗൈസ് എന്റെ കൂടെ നമ്മുടെ ഉളുന്തൂർപേട്ടയിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ആണ പേര് சொல்லണേ. விஜய் செல்வா உளுந்தூர்பேட்டை நகர செயலாளர். ഓക്കെ നഗര കഴക നിർവാഹി ഉളുന്തൂർപേട്ട. ഓക്കെ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാറിലാട്ടോ വന്ന് രാജ എന്ന് പറഞ്ഞ ആള് വിളിച്ചു പറഞ്ഞ. അപ്പൊ അതിന് ശേഷം നമ്മളെ കാണാൻ വേണ്ടി വണ്ടിയായിട്ട് വന്നേ കേട്ടോ. ரொம்ப നന്ദി തന്നെ. ഉള്ളിലോട്ട് കയറി പോകാനുള്ള ഒരു കവാടാണ്. ஆனா இது என்னன்னு சொல்லு. அரசு மறுவாழ்வு இல்லம், வெள்ளையூர் உளுந்தூர்பேட்டை பகுதியில் இருக்கிற அரசு மறுவாழ்வு இல்லம். இங்க வந்து ஒரு 50 வயதானவர்கள் இருக்காங்க. 50 வயதானவர்கள் இருக்காங்க. அது அரசு வந்து பாத்துக்குதுங்க. அது சார்ந்த மட்டும் இல்லாம இங்க இருக்கிற தன்னார்வலர்கள், இந்த மாதிரி நம்ம தமிழகத்துக்கு சார்ந்தவங்களோ
இல்ல தன்னார்வ கட்சி சார்ந்தவங்களோ அமைப்பு சார்ந்தவங்களோ இவங்க வந்து ஒரு சாப்பாடு கொடுத்து அவங்களால புரிஞ்ச உதவிகளை செய்வாங்க. ഗൈസ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിന്റെ ബാക്ക് സൈഡ്, ഇതിന്റെ ഉള്ളില് കൈ കാലൊക്കെ ഈ വികലാംഗ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് കുറെ പേര്, എത്ര പേര് ഇപ്പൊ ഒരു 50 പേര് 50 പേരുണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ നമുക്ക് പോകണമെന്നുണ്ട്, പക്ഷെ അവര് ഓരോരോ റൂമും കാര്യങ്ങളും അങ്ങനെയായിട്ടാ ഉള്ളത്. നമ്മൾ ഉച്ച ടൈമിലുമാണ് മെമ്പർ ആയിട്ടുള്ള ആൾക്കാര് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. பிறந்த நாள் நல்லதுக்கு இந்த மாதிரி விஷயங்கள்லாம் அவங்க வீட்டுல நல்ல துக்க காரியங்களோ இல்ல நல்ல சந்தோஷமான விஷயமோ இவங்களுக்கு உணவு கொடுத்து அந்த சந்தோஷத்தை அவங்க இது பண்ணிப்பாங்க. ஸ்நாக்ஸ் கொடுப்பாங்க. எந்த துன்பம் அவங்க அரசு சார்ந்து செய்யறது இல்லாம தன்னார்வலர்களும் வந்து பண்ணுவாங்க. ഓക്കെ ഓക്കെ. അതായത് ഇവിടുത്തെ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇവിടെയുള്ള മക്കള്, അതായത് പഞ്ചായത്ത് മെമ്പറ്, പാവപ്പെട്ട മനുഷ്യര്, അങ്ങനെ തുടങ്ങിയ എല്ലാ ജനങ്ങളും ഇവരെല്ലാരും ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും കേട്ടോ. അതായത് ഇവർക്കൊരു ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ സങ്കടമായിട്ടുള്ള ദിവസങ്ങളോ അങ്ങനെ എന്ത് പരിപാടിയാണെങ്കിലും ഇവരെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. நல்லா இருக்கு ഗൈസ്, സന്തോഷമുള്ള ഒരു കാഴ്ച. എന്താണെന്നറിയോ, നമ്മള് സേലത്തിൽ മീറ്റ് ചെയ്തില്ലേ ഫാമിലി, അവരുടെ കട സഹാറ ബേക്കറി റോയൽ റെസ്റ്റോറന്റ് അവിടെ ഉണ്ട്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഹായ് നോക്കി, ഹായ് നോക്കി, ഹായ് നോക്കി, ഹായ് നോക്കി. നമ്മള് റോഡിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു പോയിരുന്നു കേട്ടോ. ചൂട്, നല്ല ചൂട്, നമുക്കറിയാലോ. ആ ചൂടത്ത് ചെരുപ്പ് പോലും ഇല്ലാതെ ഓടി വന്നേക്കാണ് വിളിക്കാൻ വേണ്ടിട്ട്. ലുട്ടു ബേബി നമുക്കായിട്ട് ജ്യൂസൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡബിൾ ലോട്ടറി അടിക്കുമെന്ന് പറയില്ല, ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പുറകിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത്. ഇവിടെ അതിറങ്ങി നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം. ഇപ്പൊ കുറച്ച് ഉളുന്തൂർപേട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇനി വേറെ പരിപാടിയാണ്. അപ്പി കയ്യിലാണ് ചോറിരുന്നത്. തിന്നോ? ഉറപ്പാണ്? ആ ഓക്കെ. ഇനി അത് തൊടല്ലേ, ഞാനിത് അയച്ചു കൊടുക്കും എല്ലാവർക്കും. ഉപ്പച്ചിക്ക് അയച്ചു കൊടുക്കട്ടെ? ഉപ്പച്ചി കാണിച്ചു കൊടുക്കട്ടെ? ആ കൊടുക്കട്ടെ. ആ ഞാൻ കൈ എടുക്കില്ല കേട്ടെ, എടുക്കോ. ഭക്ഷണം കഴിക്കുക കേട്ടോ. എന്താ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബിരിയാണി. ടേസ്റ്റ് ബിരിയാണി ഞാൻ ചോദിച്ചപ്പോ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഇവിടെ കുക്കിംഗ് ചെയ്യുന്ന കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരാൾ കഴിച്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ്നാട്ടിലെ കടയിലെ മുതലാളിയായി കേട്ടോ. ഹലോ മുതലാളി, നമ്മൾ ഇത്താന്റെ കടയിൽ നിന്ന് ഇറങ്ങി കുറെ ദൂരം നടന്നിട്ടോ. മുലസാമുദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവര് നമ്മുടെ ചോളം ഉണക്കാൻ ഇട്ടേക്കുന്നത് കേട്ടോ. എന്ത് ചിരിക്കുന്നത്? പേരൊന്നുകൂടെ വെച്ചാ മുലസാമുദ്രം. നമ്മുടെ നാട്ടിലേക്കാണ് ഇപ്പൊ അടിയോടെ കിട്ടിയത്. നല്ല അർത്ഥബന്ധമുള്ള ടീഷർട്ട് കണ്ടോ? നിനക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഇടിഞ്ഞു പൊളിയാനായി. ഇതാണോ മറ്റേ എള്ളെണ്ണ അതിന്റെ കേട്ടോ. ആടാ, അതിനകത്ത് നിന്ന് എള്ള് പറിക്കുവാണോ അതോ ചെളി പറക്കി കളയാണോ? ഇതാണ് നമ്മുടെ എള്ള്. ഇതുണ്ടോ എള്ള് വീഴുന്നുണ്ടോ? അതെ, കേരള. ആ മണ്ണെണ്ണ പാക്കറത്തുക്കാ നടന്നു പോയിട്ട് ഇருக்கு. വിജയ சூப்பரா இருக்கு. சாப்பிட்டேன். நல்ல எள்ளு இல்லையா? எங்களுக்கு வேணாம், சும்மா பாக்குறதுக்கு. ശരിയമ്മാ, ശരി. ഇങ്ങനെ ആട്ടോ ഇവര് എള്ള് വേർതിരിച്ചെടുക്കുന്ന കേട്ടോ. ഓ, അത് കാണാൻ പറ്റി. എന്തായാലും ഈ പേര് ഓർത്ത് വെച്ചോ, ഇവിടെ വെച്ചാട്ടോ. മുലസാമുദ്രം, ഉളുന്തൂർപേട്ട ടൗണിലോട്ടാട്ടോ നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മെമ്പർമാരുണ്ടല്ലോ, അവരുടെ അങ്ങോട്ട്. ഇതുണ്ടോ പള്ളി കണ്ടോ? ആവശ്യമുള്ള സമയത്ത് ഒരു പള്ളി പോലും കണ്ടിട്ടില്ല. ഇപ്പൊ ഇഷ്ടം പോലെ പള്ളിയാണ്. നിസ്കരിക്കുന്നോ? നല്ല മഴക്കാർ വെച്ചേടാ. മഴക്കാർ പെയ്യത്തൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാ കേട്ടോ പറഞ്ഞേ. എന്താ ഇതൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. நல்லபடியா சிஎம் பாத்துட்டு வாங்க. நீங்க எல்லாருமே சப்போர்ட் பண்ணுங்க கண்டிப்பா. என்னங்கிட்ட எப்படியாவது தகுந்த பெரிய முயற்சி எடுத்தீங்க. அதுவும் வெளி மாநிலத்துல இருந்து ஒரு தமிழ்நாட்டுல இருக்கிற ஒரு தமிழ்நாட்டோட செல்லப்பிள்ளைய உங்களோட மாநில செல்லப்பிள்ளையாவும், அதாவது கேரளாவோட தத்து பிள்ளைன்னு சொல்லுவாங்க. ஆமா, தத்து பிள்ளையா நினைச்சு தளபதியை நேசிச்சு இப்படி ஒரு விஷயம் பண்ணுங்க. ഈ പുറകെ കാണുന്ന ബേക്കറി ഉണ്ടല്ലോ, ഈ ബേക്കറി നിന്നായിരുന്നു ഇവരുടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചേട്ടോ. എന്നാ ரொம்ப നന്ദി. ഇതെന്താന്ന് അറിയോ? മരിച്ചവരെ അടക്കി വെക്കുന്ന കേട്ടോ ഈ കാണുന്നത് മുഴുവനും.
അതിന്റെ അടുത്ത് കൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ഞാൻ പേടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോ പേടിക്കൊന്നും വേണ്ട, അതിനകത്തൊന്നും ആരും വരൂല, നീ അങ്ങോട്ട് പോയാൽ മതി. അയച്ച് ഞങ്ങളിപ്പോ ഇവിടുത്തെ ഒരു റൗണ്ട് അബൌട്ടിലാട്ടോ ഉള്ളേ. ഇത് കണ്ടോ, ചെറിയൊരു സിറ്റി എന്താണ്. ഇവിടെ നമുക്ക് നേരെ പോണം കേട്ടോ. ഇതാരും നിക്കുന്നതെന്ന് അറിയോ? എനിക്കറിയില്ല. വാ, പേരാണെങ്കിൽ തമിഴിൽ എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷ് വല്ലതും ആണെങ്കിൽ വായിച്ചു പറഞ്ഞു തരായിരുന്നു. സമയം 7 മണിയായിട്ടോ. അപ്പൊ ആ ടൗണിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു ടൗണ്, മൊത്തം നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ട് കേട്ടോ. വണ്ടിത്തിരക്കും. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോൾ പ്ലാസ കിട്ടും. അവിടെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, പിക്കപ്പ് കിടക്കുന്നുണ്ടോ, എങ്ങനെ ഇടിച്ചാണോ എന്തോ, ലോഡ് കൂടി അവിടെ കിടക്കുക കേട്ടോ. അയ്യോ, അതിന്റെ എഞ്ചിൻ ഭാഗവും നോക്കിയാ അതിന്റെ ഉള്ളൊന്നും ഇല്ല. പിന്നെ ഇടി ഇടിച്ചിരിക്കുന്നത്. രാത്രി കല്യാണം കേട്ടോ, സ്റ്റേജൊക്കെ ഒരുക്കി വേറെ ലെവല്. ഈ കാണുന്ന വണ്ടി കേട്ടോ, ഇവിടെ നമ്മുടെ മരിച്ചവരെ കൊണ്ടുപോകുന്ന വണ്ടി. അതിനകത്ത് നമ്മുടെ ആ ഒരു കണ്ടോ, മരിച്ചവരെ കിടത്താണല്ലേ, ഇതാട്ടോ സംഭവം. ഇവിടെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടേക്കണം. കുറെ വണ്ടി ഉണ്ട് എന്റെ പുറയിലോട്ടോ. അത് ഇതുപോലെ മരണം വന്നു കഴിഞ്ഞാല് അവര് വിളിക്കും. അപ്പൊ ഇവിടുന്ന് ഈ വണ്ടി എടുത്ത് അവരങ്ങോട്ട് ചെല്ലും. അപ്പുറത്ത് കൂടെ ട്രെയിൻ പോകുന്നുണ്ടോ. ഇതിപ്പോ ഒരു ഫ്ലൈ ഓവറിലോട്ട് കയറാൻ പോവാട്ടോ. നമ്മള് ഉളുന്തൂർപേട്ട ടോൾ ഗേറ്റ് താണ്ടാൻ പോവാട്ടോ. കണ്ടോ, ഇത് റെസ്റ്റോറന്റിന്റെ കവാടത്തിലോട്ട് കയറാൻ വേണ്ടി വെൽക്കം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കേട്ടോ. നാട്ടുകോഴി വിറുന്ത് കടയുടെ പേരാ. കണ്ടോ, ടോൾ ഗേറ്റിന്റെ അടുത്തായിട്ടുണ്ടാവും തോന്നുന്നു ഇത്രയും വലിയ സെറ്റപ്പ്. അങ്ങ് ദൂരെ കാണുന്ന കേട്ടോ ടോൾ ഗേറ്റ്. ഈ ടോൾ പ്ലാസയുടെ പേര് എന്താ വെച്ച് കഴിഞ്ഞാല് സെങ്കുറിച്ചി ടോൾ പ്ലാസ. ഇന്നലെ മിഞ്ഞാന്നോ അതിന്റെ മുമ്പത്തെ ദിവസം എന്താണ് ഒരു ടോൾ പാസ് ചെയ്ത. ഇപ്പൊ നമ്മളുള്ളത് ലോറിയിലാട്ടോ. ഞങ്ങള് വേറെ അങ്ങോട്ടും പോവല്ല, നമ്മൾ ടോൾ വരെ വന്നില്ലേ, തിരിച്ച് നമ്മുടെ ഇത്താടെ വീട്ടിലോട്ട് പോവാട്ടോ. ഇന്ന് അവിടെ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാ ഡ്രൈവർ ശരി ലോഡായിട്ട് പോവാട്ടോ. എങ്ങനെയുണ്ട് ലോറി കയറിയിട്ട്? നമ്മള് ലോറി കയറിയതല്ലേ. ഈ കണ്ടെയ്നർ കൊണ്ടുവന്ന വണ്ടിയിലാട്ടോ നമ്മള് വന്നത്. നമ്മൾ ഇവിടെ ഇറങ്ങി. കാര്യം എന്താ വെച്ചാല് റൈറ്റ് കട്ട് ചെയ്യണം. ഇങ്ങോട്ടാണ് സേലം, അത് വേറെ റൂട്ടാട്ടോ. വാ, ഡോറടക്കി. ഓക്കെ, ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത വണ്ടി കയറിട്ടോ. ഈ അണ്ണന്റെ കൂടെ പോകുന്നത്. ആമാ, നീங்க എന്താ ഊര്? മധുരൈ. പേര്? ഉസിലമ്പട്ടി. പേര് രഞ്ജിത്ത്. അണ്ണന്റെ കൂടെ ആട്ടോ നമ്മള് വന്നത്. അതെ, നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പുറത്ത്. ആ, ഇറങ്ങിയോ? അല്ലോ, ആ പിടി, സ്വിച്ച് പിടി, പിടിച്ചോ? പിടിച്ചോ? ഓക്കെ അണ്ണാ, ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ 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 അണ്ണാ, പാത്ത് പോ. ഓക്കെ ഓക്കെ, വാ. വാ 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 വാ. നമ്മള് വണ്ടി ഇറങ്ങിട്ടോ. അണ്ണന്റെ ലോഡ് പാർസൽ ലോഡാണ്. അതായത് കോയമ്പത്തൂര് പോകുന്ന ലോഡാട്ടോ. നമ്മുടെ കട